അതായത് തുമ്മ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശത്തിലൂടെ പോകുന്ന റോക്കറ്റ് തോട്ടിയിട്ട് പിടിച്ച് നിയമസഭയിൽ ഇട്ട് പൊട്ടിച്ചു കളിക്കുന്ന ആ പിഞ്ച് മനസ്സിനോട് അന്ന് പലരും ചോദിച്ചു, ഈ ഷംസീർ എന്ന് മുതലാണ് സ്പീക്കറായത്. പക്ഷെ മുറിവേറ്റ വിപ്ലവ സിംഹത്തിന് കാലം ഇരട്ടവരയിട്ട ബുക്കിൽ എഴുതി നൽകിയത് മറ്റൊന്നായിരുന്നു. ഷംസീറിനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വഴിമാറിപ്പോയ കല്ലിനെ പോലും ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തു വരുത്താൻ കഴിവുള്ള CPM-ന്റെ ഗർജന വീരൻ. അയ്യോ, നിങ്ങളെയല്ല ജയേട്ടാ, ഇത് ഗർജന വീരൻ ലൈറ്റ്. ഗർജനമെന്ന് കേൾക്കുമ്പോഴേക്കും ഓരോന്നൊക്കെ ചാടി വന്നോളും മനുഷ്യന്റെ ഫ്ലോ കളയാൻ. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? വഴിമാറിപ്പോയ തല്ലിനെ പോലും ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തു വരുത്താൻ കഴിവുള്ള CPM-ന്റെ ഗർജന വീരൻ. വീണ് കിട്ടിയ സ്പീക്കർ പദവിയുമായി നിയമസഭാ ബോർഡറിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഒരിക്കൽ കളിയാക്കിയവരെ നോക്കി വീണ്ടും പറഞ്ഞു കാണണം. അവസാനം പവനായി ശവമായ പോലെ ഇപ്പൊ അദ്ദേഹിക്കുക. ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് അവതരിപ്പിക്കാൻ മാത്രം പുള്ളി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ ആരാണ്? നമസ്കാരം, ഞാൻ ഷംസീർ MLA. അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പോൾ നിയമസഭയിലെ പുതിയ നോക്കുകുത്തി, ക്ഷമിക്കണം, പുതിയ സ്പീക്കറാണ് ഞമ്മന്റെ ഷംസീർക്ക. ഉത്സവം മുടക്കാൻ വന്നവനെ പിടിച്ച് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയതാണോ എന്ന് ചോദിക്കുന്ന അസൂയക്കാരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, സ്വന്തം ഉപജീവന മാർഗം ഒന്നുകൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ഈ സ്പീക്കർ സ്ഥാനം. ആ കൊടിവച്ച കാറിൽ സഞ്ചരിച്ചത് ഇന്ന് കേരളത്തിന് നമ്പർ 1, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാ. കഥ എഴുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രകാശം പരത്തിയ മനുഷ്യൻ ഈ നാടിൽ അത് പിണറായി വിജയനാ. പിണറായി എന്ന രാഷ്ട്രീയ നേതാവ് ത്യാഗനിർഭരമായ സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഉൽപ്പന്നമാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. തന്നെ കുറിച്ച് എത്ര മുക്കി പറഞ്ഞാലും കേട്ടാലും മതി വരാത്ത ക്യാപ്റ്റൻ, തള്ളുകൾ കൊണ്ട് നിയമസഭ കുലുക്കുന്ന ഷംസീർ സഖാവിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എങ്കിലും സ്പീക്കർ സ്ഥാനമെങ്കിലും കൊടുക്കാതിരിക്കില്ലല്ലോ. അല്ലിക്ക, ഈ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ വല്ല ദുഃഖമോ മറ്റോ ഉണ്ടോ? ഇനി ഒരു തള്ളാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ എന്താ നിങ്ങളിത് ഒരു പൊട്ടിച്ചിരിയിൽ ഒതുക്കിയത്? സ്പീക്കർ സ്പീക്കർ those who can't speak എന്നാണ്. അപ്പോൾ തൽക്കാലം ഇത്ര പറഞ്ഞ പോലെ. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? സ്പീക്കർ സ്ഥാനം കിട്ടിയാലുള്ള അവസ്ഥ പലപ്പോഴും അദ്ദേഹത്തിന് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പം രതീഷ്, രതീഷ്, ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെയോടെ തുടങ്ങാമോ രതീഷ്? ഇതുപോലെ ആകുന്നത് കൊണ്ട് ആ പറഞ്ഞതിനെയും തള്ളിക്കളയാനാകില്ല. അല്ല രാജേഷ് ചേട്ടാ, സ്പീക്കർ എന്നാൽ ഷംസീർക്ക് കണ്ടുപിടിച്ച സംസാരശേഷി നഷ്ടപ്പെട്ട ആ സംഭവം തന്നെയാണോ? സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരഭിപ്രായവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉള്ള എല്ലാ അഭിപ്രായങ്ങളും വിഴുങ്ങുന്ന ഒരാളെന്ന് അർത്ഥമില്ല. സ്പീക്കർ സ്പീക്കർ those who can't speak എന്നാണ്. ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്ത്. പഴയ സ്പീക്കർ എന്ന നിലയിൽ പുതിയ സ്പീക്കറെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ മൂപ്പർക്ക് അതൊരു പ്രചോദനമാകുമായിരുന്നു. അത് അദ്ദേഹം ഭരണപക്ഷ നിരയിലെ ഒരു മുൻനിരക്കാരനാണ്. സ്വാഭാവികമായിട്ടും ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടാവും. ഒരു യുദ്ധം നടക്കുമ്പോൾ മുന്നിലിട്ട് കൊടുക്കുന്ന ബലിയാടിനെ ഉപമിച്ചതാണോ എന്നറിയില്ല. തൽക്കാലം രാജേഷ് ചേട്ടൻ ഇതുപോലെയൊക്കെ പുകഴ്ത്തി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ ഷംസീർ അങ്ങന്ന് തീരെ മാസ്ക് ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടതൊക്കെ എപ്പോൾ തിരിച്ചടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ രാജേഷ് ചേട്ടാ? കേരള നിയമസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തിളക്കമാർന്ന ഒരു അധ്യായം എഴുതി ചേർക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രാജേഷ് ചേട്ടൻ മാത്രമല്ല, തന്നോട് തന്നെ ബഹുമാനം തോന്നി 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ കാത്തു നിൽക്കുന്ന ഷംസീർക്കെ നോക്കി തള്ളുകൾ സഭയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. ഈ നിയമസഭയുടെ മികവാർന്ന ആ പാരമ്പര്യത്തെ കൂടുതൽ ശക്തവും ചൈതന്യവത്തുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അങ്ങേക്ക് കഴിയുമെന്നതിൽ എനിക്ക്
സംശയമേതുമില്ല. ആ സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ലാതില്ല. തനിക്കെതിരെ വരുന്ന ഉത്തരം മുട്ടിക്കുന്ന അസ്ത്രങ്ങളെ ഒരു ചെറു പുഞ്ചിരി കൊണ്ട് പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ള താങ്കളുടെ വാദങ്ങൾ പറയും. മന്ദബുദ്ധിയെ പോലെ വന്നിട്ട് ചിരിക്കുന്നേ. ഇനി പുഞ്ചിരി പുറത്തെടുക്കാൻ കഴിയാതെ പോയാൽ എതിരെ വരുന്ന അസ്ത്രങ്ങളെ ഒരു മടിയും കൂടാതെ ബഹിഷ്കരിക്കാൻ സന്മനസ് കാണിക്കുന്ന അത് ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഡിബേറ്റുകളിൽ CPIM പങ്കെടുക്കില്ല നേരത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ചരിത്ര നേതാക്കളോടുള്ള അടങ്ങാത്ത സ്നേഹം മൂലം സ്കൂൾ കലണ്ടറിൽ ചരിത്ര നേതാക്കളുടെ സ്ഥാനത്ത് സ്വന്തം ചിത്രം വെക്കാൻ പോലുമുള്ള വിശാല മനസ്സിനുടമയായ ഇത്യാദി ഹോബികൾക്ക് പുതുജീവൻ നൽകുന്ന ഷംസീറയ്ക്കല്ലാതെ മറ്റാർക്കാണ് ക്യാപ്റ്റൻ പറഞ്ഞ ആ ചൈതന്യത്തോടെ സഭയെ നയിക്കാൻ കഴിയുക? ഷംസീറയ്ക്ക് ക്യാപ്റ്റനെ തള്ളി നിയമസഭയ്ക്ക് മുകളിൽ വെച്ചതൊന്നും വെറുതെ ആയില്ല എന്ന് വേണം പറയാൻ. കയ്യിൽ വന്ന അവസരത്തിൽ കിട്ടിബോധിച്ച നന്ദിയും കടപ്പാടും ഒക്കെ ക്യാപ്റ്റനും വാരി വിതറുന്നുണ്ടായിരുന്നു. പ്രായത്തെ കടന്നു നിൽക്കുന്ന പരിജ്ഞാനവും പക്വതയും അങ്ങേക്കുണ്ട്. അതുണ്ടാകുമല്ലോ. ക്ലാസ്സിലെ തല്ലിപ്പൊളിക്കുട്ടിയെ പിടിച്ച് ക്ലാസ് ലീഡർ പട്ടം കൊടുത്തത് നിയമസഭയിൽ സാമൂഹ്യ അകലം പാലിച്ചു പോകുന്ന മണ്ടത്തരങ്ങൾ പോലും ചാടിപ്പിടിച്ച് സ്വന്തം ബുക്കറ്റിലിട്ട് പ്രതികരിക്കുന്ന ആ നല്ല മനസ്സിനെയാകും ക്യാപ്റ്റൻ പറഞ്ഞ ആ പക്വത കൊണ്ട് ഉദ്ദേശിച്ചത്. ക്യാപ്റ്റന്റെ ആഞ്ഞുള്ള തള്ളലിൽ വീണുപോയ ഷംസീറയ്ക്ക് താങ്ങി നിർത്താൻ ഈ വർഷത്തെ മികച്ച നിയമസഭാ നടനുള്ള പുരസ്കാരവും കാത്തിരിക്കുന്ന സതീശേട്ടനും ഒന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങേ സഭാനാഥന്റെ ഡയസിലേക്കുള്ള ചവിട്ടുപടികൾ കയറിയപ്പോൾ അങ്ങ് ചരിത്രത്തിലേക്ക് കൂടിയാണ് നടന്നു കയറിയത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. സതീശേട്ടാ, ഒരു സെക്കൻഡ്. അവിടെ ആ പഴയ സതീശേട്ടന് വിനയപൂർവ്വം മറ്റെന്തോ കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട അങ്ങനെ പഠിപ്പിക്കല്ലേ? അല്ല, ഷംസീറിന്റെ ക്ലാസ് എനിക്ക് വേണ്ട. ഷംസീറിന്റെ ക്ലാസ് എനിക്ക് വേണ്ട. സതീശേട്ടാ, ഇനി കണ്ടിന്യൂ. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച അങ്ങ് തീർച്ചയായും അങ്ങയുടെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യവും അനുഭവവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ സുപ്രധാനമായ അതിന്റെ ഉന്നതമായ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. ഈ ആള് നമ്മളെ കുഴപ്പത്തിലാക്കുമോ എന്ന് കൺഫ്യൂഷൻ അടിച്ചു നിന്ന ഷംസീർക്ക് പോലും കരുതി കാണില്ല പെട്ടെന്നൊരു നട്ടുച്ചയ്ക്ക് സതീശേട്ടൻ ഇങ്ങനെ മാറിപ്പോകുമെന്ന്. കാരണം തലശ്ശേരി വഴി വണ്ടി പിടിച്ച് നിയമസഭയിലെത്തിയ ആ പഴയ മുന്നണി പോരാളി അതുപോലെ ആയിരുന്നല്ലോ സതീശേട്ടനെ എടുത്തിട്ട് അലക്കിയിട്ടുള്ളത്. അങ്ങിരിക്കുന്ന ചെയറിൽ നിന്ന് പറയേണ്ട കാര്യങ്ങള് ചില സീറ്റിൽ നിന്ന് പറയാണ്. അത് ശരിയാണ്. അങ്ങനെയുള്ള അധികാരം ബഹുമാനപ്പെട്ട അംഗം തലശ്ശേരി അംഗത്തിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ടോ? ഇനി പുതിയ സതീശേട്ടന്റെ അടുത്ത തള്ളിന് ശേഷം പഴയ സതീശേട്ടനെ ഒന്നുകൂടി വിളിക്കുന്നതാണ്. അങ്ങേക്ക് അങ്ങയുടെ ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ചരിത്രത്തിന്റെ ഭാഗമായി തീരാൻ കഴിയുന്ന ഒരു സ്പീക്കറായി മാറാൻ കഴിയട്ടെ. അത് എന്തായാലും കഴിയും അല്ലേ പഴയ സതീശേട്ടാ? ഈ ഷംസീറ എന്ന് പോലാണ് സ്പീക്കറായത്. എന്താണ് എന്താ അല്ലേ? എത്ര പെട്ടെന്നാണ് കാലാവസ്ഥക്കൊക്കെ മാറ്റം വരുന്നത്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിച്ചു തരുന്ന കാര്യത്തിൽ അങ്ങ് മുൻപന്തിയിൽ നിൽക്കും എന്ന കാര്യത്തിലും എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. സതീശേട്ടന്റെ ആ അഭ്യർത്ഥനയോട് തികച്ച നീതി പുലർത്തിയ പ്രസ്താവന ഷംസീർക്ക് മുമ്പേ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഞങ്ങൾ നമ്പറിൽ കുറവാണെങ്കിലും നമ്പറല്ലല്ലോ പ്രധാനം. എന്നാ ഒത്തൊരുമൈ അല്ലേ ഷംസീറിക്ക? ആ അവകാശങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിച്ചു തരുന്ന കാര്യത്തിൽ ആ പ്രതിപക്ഷത്തെ കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്റെ ഭാഗത്തുണ്ടായത്. അത് ബുദ്ധിക്കുറവുള്ള രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി. ബുദ്ധിയില്ലാത്ത അണികൾക്ക് ഇനി എന്നാണാവോ മനസ്സിലാകുന്നത്. സ്പീക്കർ എന്നതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ അൺബയസ്ഡായി പെരുമാറും, ഒരു സംശയവും വേണ്ട. അക്കാര്യത്തിൽ ഞങ്ങൾക്കും അല്പം വിശ്വാസം ഇല്ലാതില്ലാതില്ല. പഴയ സ്പീക്കറിനെ ഇങ്ങളിത് ഓർമ്മിപ്പിച്ചതൊക്കെ നമുക്ക് മറക്കാൻ കഴിയുമോ ഇക്ക? അല്ലല്ല, അത് നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല. ഇല്ല, അത് സ്വയം നിയന്ത്രണം പാലിക്കണം. പാലിക്കാം. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ആള്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ആള്. നിങ്ങൾ ഇങ്ങനെ ബേജാറാകുന്നത് എന്തിനാണിക്ക? ഷംസീറിക്ക സിറ്റ്. പ്രസംഗം കഴിഞ്ഞിട്ട് ഉന്നയിക്കാം. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ. എന്ത് പറഞ്ഞാലും ഒരു വഴക്കമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നു വയ്ക്കാം. നിങ്ങളെ കൊണ്ട് ഒരല്പം നന്ദി പറയിക്കാനുണ്ട്. സോറി, യു കണ്ടിന്യൂ. ഇനി ഇങ്ങളെ
വരുത്തി നിങ്ങളെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞവർക്കുള്ള ആ മറുപടി കൂടി അങ്ങോട്ട് പറഞ്ഞേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നും വിവിധ കക്ഷി നേതാക്കളിൽ നിന്നുണ്ടായ അനുമോദനങ്ങൾക്കും ആശംസകൾക്കും സഹകരണ വാഗ്ദാനങ്ങൾക്കും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. പക്ഷെ ഷംസീറക്കെ കുറിച്ച് ഇതിലും നല്ല വാക്കുകൾ പറഞ്ഞിട്ടും വേണ്ടത്ര പ്രശംസ ലഭിക്കാതെ പോയ മറ്റൊരാളും കേരള രാഷ്ട്രീയത്തിന്റെ ഏതോ ഒരു കോണിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മുക്തകണ്ഠം പ്രശംസിക്കാൻ എന്താണത്? ഭാരതരത്നം കിട്ടിയതാണ്. ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഒരു രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ 199 സീറ്റുള്ള ഒരു പാർട്ടിക്ക് ഒരു സ്പീക്കർ മാറി വരുന്നു. അതിലെന്താ ഇത്ര അത്ഭുതമുള്ളത്? അതിലൊന്നുമില്ല. ഒരു എന്ത് ചരിത്ര സംഭവം ഇതൊക്കെ എന്ത്? നമുക്ക് പിന്നെ സ്വന്തമായി കൊട്ടക്കണക്കിന് സീറ്റൊക്കെ ഉള്ളത് കൊണ്ട് ആ പറഞ്ഞതിനെ തെറ്റ് പറയാനാകില്ല. സുരേട്ടാ, ഇനി ഒരല്പം കുത്തിത്തിരിപ്പൊക്കെ ആകാം. ഷംസീറിനെ നേരത്തെ ഒതുക്കി നിർത്തിയതാണ് എന്ന് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയുണ്ടായിരുന്നു. ഇപ്പൊ ഷംസീറിന് ഒരു അല്പം സതീശൻ എന്തിനാണ് അതിൽ പോയി പിന്നെ പ്രശംസിച്ചതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായി പോയൊരു ഭരണഘടനയാണ്. ഈ അഭിപ്രായത്തോടു കൂടി ഈ ആഴ്ചത്തെ കോട്ടയൊക്കെ കഴിഞ്ഞു. ഇനി സുരേട്ടൻ പോയിട്ട് അടുത്ത അഭിപ്രായം പറയാനാകുമ്പോഴത്തേക്കും വന്നാ മതി. അതങ്ങനെ അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു പാർട്ടി. ഇനി കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. MLA ഷംസീർ അങ്ങനെ സ്പീക്കർ ഷംസീറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട എന്റെ മാധ്യമ സുഹൃത്തുക്കളെ, എന്നെ വിളിച്ചോ? ഒന്നുകൂടെ വിളി. പ്രിയപ്പെട്ട എന്റെ മാധ്യമ സുഹൃത്തുക്കളെ, ആഹാ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു പ്രസ് മീറ്റ് നടത്തുന്നത്. ഒരെണ്ണം നടത്തിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾ മര്യാദ ഞങ്ങളെ പഠിപ്പിക്കണ്ട. മാന്യമായി ചോദിച്ചാൽ മാന്യമായി ഉത്തരം പറയും. അല്ലാതെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകയാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന ധാർഷ്ട്യം ശരിയല്ല. ആ പഴയ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളിൽ എത്തി നിൽക്കുമ്പോൾ കാലം കുറെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ഹെൽത്തി ഡിബേറ്റ്സ്, വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ, ഏറ്റുമുട്ടലുകൾ എല്ലാറ്റിലും സാക്ഷ്യം വഹിച്ച സഭയാണ് കേരള നിയമസഭ. ആ ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ ഈ ഞാൻ തന്നെയാണ്. ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് സാമാജികന്മാരായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നിങ്ങൾ ആളാകെ മാറിപ്പോയല്ലോ ഇപ്പ. നിയമസഭയിൽ പോലും ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചിരുന്ന ടീമാണ് ഇപ്പോൾ എന്താ ബഹുമാനം. ഇത് കാണുമ്പോൾ പഴയ ഒരു കോമഡിയാണ് ഓർമ്മ വരുന്നത്. ഒരു കാലത്ത് പോലീസിനെ കാണുമ്പോൾ ഞങ്ങളെ തല്ലുന്നവരെ സൗകര്യം കിട്ടാൻ തിരിച്ച് ഞങ്ങളും തല്ലും എന്ന് നമ്മൾ പറയും. പക്ഷെ പോലീസ് നമ്മുടെ പോക്കറ്റിനുള്ളിലാകുമ്പോൾ പീപ്പിൾ ഫ്രണ്ട്ലിയാണ് പോലീസ് എന്ന് നമ്മൾ മാറ്റി പറയും. അല്ലെങ്കിലും കാലത്തിനൊപ്പം കോലം മാറിയില്ല എങ്കിൽ സ്ഥാനം രാഷ്ട്രീയത്തിന് പുറത്താകുമല്ലോ. തൽക്കാലം മതിയിക്ക. നിങ്ങൾ നന്നാകുമെന്നാണ് ഞമ്മന്റെ പ്രതീക്ഷ. ബാക്കിയൊക്കെ വിധിയാണെന്ന് കരുതി ആശ്വസിച്ചോളി.